നടൻ നിവിൻ പോളിക്കെതിരായ യുവതിയുടെ പരാതിയുടെയും കേസിന്റെയും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കോതമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻ പോളിയുടെ അടക്കം കുറച്ച് പേർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, തന്നെ പീഡിപ്പിച്ചെന്ന പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴി എടുത്തിരുന്നു. ഇതിന് ശേഷമാണ് കേസെടുക്കാൻ അവർ തീരുമാനിച്ചത്. കോതമംഗലം ഊന്നുകൽ പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ 1-ാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണ്. നിവിൻ പോളി 6-ാം പ്രതിയാണ്. 2-ാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, 3-ാം പ്രതി ബിനു, 4-ാം പ്രതി ബഷീർ, 5-ാം പ്രതി കുട്ടൻ എന്നിവരാണ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയത്. അപ്പോൾ എറണാകുളം റൂറൽ SP അവർക്കാണ് യുവതി പരാതി നൽകിയത്. ശ്രേയയുടെ സാന്നിധ്യത്തിൽ മറ്റ് 5 പ്രതികൾ ബലാത്സംഗം ചെയ്തെന്നാണ് യുവതി SIക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത്ര നല്ലതല്ല മുൻപോട്ട് വരുന്നത്. പലതരത്തിലുള്ള പീഡന പരാതികളുമായിട്ട് പല സ്ത്രീകൾ കടന്നു വരുന്നതോടുകൂടി ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ എന്താണെന്ന് അറിയാനായിട്ട് ഏവരും നോക്കുകയാണ്. കാരണം ഇനി ആരുടെയൊക്കെ പേരുകളാണ് പുറത്തു വരാനുള്ളത്. ഇതൊന്നും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വിവരങ്ങളുടെ ബാക്കി പത്രമല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇപ്പോൾ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് വന്നതിന്റെ പേരിൽ ധൈര്യസമേതം ഒരുപാട് പേര് മുൻപോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും ഇനിയും പലരും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് മുൻപോട്ട് വരാൻ സാധ്യതയുണ്ട്. മലയാളി പ്രേക്ഷകർ അത്ഭുതത്തോടെയും ഞെട്ടലോടെയുമാണ് കാണുന്നത്. തങ്ങളുടെ ദൈവതുല്യമായ രീതിയിൽ തങ്ങളുടെ ഫാനായി മാറിയ തങ്ങൾ ഇഷ്ടപ്പെട്ട ഇവരൊക്കെ ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടോ എന്നത് സംശയ വിധേയം അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്നാൽ ഇതൊക്കെ വെറും പരാതികൾ മാത്രമായിട്ട് നിൽക്കുകയാണ്, ഒരിക്കലും തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? സിനിമാ മേഖലയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം.